അങ്ങനെ നിക്കാഹ് നടക്കുമ്പോ നിക്കാഹിന് സാക്ഷ്യം വഹിച്ച ആളുകൾ പ്രാർത്ഥിക്കണം, ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ 3 തവണ. അതിനുശേഷം ഭക്ഷണമുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഗ്ഫിർ ലഹും വർഹംഹും വബാരിക് ഫീമാ റസഖ്തഹും. അല്ലാഹുവേ, ഈ ഒരു പിടി ഭക്ഷണം തന്നതിന്റെ കൂലി ഈ കുടുംബത്തിന് നീ കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാതെയാണ് ഭക്ഷണം കഴിച്ച് ആളുകൾ ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ഏയാൻ ആകാശത്ത് നിന്ന് പടച്ച റബ്ബ് മലക്കുകളോട് പറയും, കദിബ്ത, കള്ളന്മാർ. ആ കുടുംബത്തിന് വേണ്ടി ക്ഷണിച്ചു വന്നിട്ടും പ്രാർത്ഥന ചൊല്ലാതെ പോകുന്ന അവരെ അള്ള ശപിക്കും, കൂടെ മലക്കുകളും ശപിക്കും. ഇതൊക്കെ ആരോ ചൊല്ലാറുണ്ടോ? ഇതൊക്കെ ആരോ പ്രാർത്ഥിക്കാറുണ്ടോ? കല്യാണം കേൾക്കുമ്പം പടകം പൊട്ടിക്കണം, പാട്ട് വെച്ചു തുള്ളണം, ആണും പെണ്ണും ഇടകലർന്ന് കുറെ ആഘോഷിക്കണം, ജെസിബിയിലും ഒട്ടകപ്പുറത്തും ശവപ്പെട്ടിയിലും പുതിയാപ്പളെ ആനയിച്ചു കൊണ്ടുവരണം, മഹർ കെട്ടാൻ വേണ്ടി 10-20 ആളുകൾ മണിയറയിൽ കയറണം, വീഡിയോ കവറേജ് വേണം, ഡിജിറ്റൽ ആൽബങ്ങൾ വേണം, മിന്നിത്തിളങ്ങുന്ന തോരണങ്ങൾ വേണം, 10,000-ന്റെയും 20,000-ന്റെയും ഹൈഡ്രജനും നൈട്രജനും നിറച്ച ബലൂണുകൾ വേണം. ഇതൊക്കെ മതി ചിലർക്ക് കല്യാണത്തിന്. അള്ളാന്റെ ബർക്കത്ത് നോക്കാറില്ല. ഇനിയോ ആദ്യ രാത്രിയിൽ ഭാര്യ ഭർത്താവിന്റെ ശരീരത്തിലും ഭർത്താവ് ഭാര്യയുടെ ശരീരത്തിലും കൈവച്ച് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിഹാ വ മിൻ ശർരി മാ ജബൽതഹാ അലൈഹാ. അല്ലാഹുവേ, ഈ പെണ്ണിലുള്ള എല്ലാ നല്ല സ്വഭാവവും എനിക്ക് വേണം. ഈ പെണ്ണിൽ എന്തെങ്കിലും മോശം സ്വഭാവമുണ്ടെങ്കിൽ അതിനെ തൊട്ട് എന്നെയും കുടുംബത്തെയും നീ കാത്തുകൊള്ളണം. പ്രാർത്ഥിച്ചോ? നമ്മള് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ നമ്മളെ മക്കളെ? ശേഷം 2 പേരും മണിയറയിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. നിസ്കരിച്ചോ? നമ്മള് നിസ്കരിക്കാൻ പഠിപ്പിച്ചോ നമ്മളെ മക്കളെ? പിന്നെ 2 പേരും ബെറ്റിക്കിടക്കുമ്പോ അള്ളഹാനോട് പറയണം, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് മക്കളെ തരുന്നുണ്ടെങ്കിൽ ചെന്നുബിൻ ഷൈത്വാൻ പിശാച് ബാധിക്കാത്ത മക്കളാവണം. മക്കള് കാരണം തലകുനിച്ച് നടക്കേണ്ട ഗതിയില്ലാത്ത വാപ്പാരാക്കണം. ആ പ്രാർത്ഥനയിലൂടെയാണ് ഒരു കുടുംബത്തിനുള്ള മക്കളെ കൊടുക്കുന്നതെങ്കിൽ അള്ളാന്റെ തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, വാപ്പാരന്മാരെ, ആ മക്കള് കാരണങ്ങൾ അള്ളാന്റെ സ്വർഗത്ത് കയറും. പ്രാർത്ഥിച്ചോ നമ്മള്? ഇതൊന്നും ആർക്കും വേണ്ട. പങ്കെടുക്കുന്ന പലർക്കും ഈ പ്രാർത്ഥനയെ അറിയൂല. ഇത് പറഞ്ഞു കൊടുക്കേണ്ട പലരും ഇത് പറഞ്ഞു കൊടുക്കണമില്ല. കല്യാണം എന്ന് കാണുമ്പോ ലക്ഷങ്ങൾ പൊടിപൊടിക്കുക, നാട്ടുകാരുടെ പേരെടുക്കുക. അങ്ങനെ യാവരുത്.